നമ്മളെവിടെ പോന്നു? അതെ ഗൈസ്, നമ്മളപ്പോൾ ഇന്ന് ഷാപ്പിൽ പോകാൻ വന്നതാണ്. പക്ഷെ നമ്മൾ വന്ന സമയം ഒരു പണി പാളിയ സമയം തന്നെ വേണമെങ്കിൽ പറയാം. ഒടുക്കത്തെ മഴയായിരുന്നു. പിന്നെ ഈ ഷാപ്പ് പാടത്തിൻ്റെ സൈഡിലായതുകൊണ്ട് അവിടെ മൊത്തം വെള്ളം കയറ്റിയിട്ടേക്കുന്നതുകൊണ്ട് ഷാപ്പിൻ്റെ അകത്തും എല്ലാം വെള്ളമായിരുന്നു. പക്ഷേ വണ്ടിക്കൊന്നും ഒരു കുറവുമില്ലായിരുന്നു, നിറച്ച ആൾക്കാരായിരുന്നു. കാരണം നമുക്ക് ഫ്രണ്ടിലത്തെ വീഡിയോ ഒന്നും എടുക്കാനായിട്ട് പറ്റിയില്ല. പക്ഷെ അകത്ത് കയറിയിട്ട് മുട്ടൻ തിരക്ക്. ഇവിടെയാണെങ്കിൽ എല്ലാം ഇങ്ങനെ എടുത്ത് നിരത്തി വെച്ചേക്കുവാണ്. നമുക്ക് വേണ്ടതനുസരിച്ച് നമ്മളിവിടെ പറയണം. അവരൊരു ബുക്കിൽ നമ്മൾ വേണ്ടത് എഴുതിയെടുക്കും. ഇവിടെ ഒരു ചേട്ടൻ തലക്കറി എടുക്കുന്നുണ്ട്. സച്ചുവും അമ്മയും ജോലിപ്പിനെ വേണം ഇവിടെ മാറി നിൽക്കുകയാണ് തിരക്ക് കാരണം. നമ്മളാണെങ്കിൽ ഇവിടെ തപ്പിത്തിരഞ്ഞ് എന്തൊക്കെ എടുക്കാമെന്നൊക്കെ നോക്കി അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ഇവിടെ എങ്ങും സീറ്റില്ലാത്തതുകൊണ്ട് ഞങ്ങൾ അവരുടെ കിച്ചൻ്റെ അകത്തൂടെ കയറിയാണ് ഞങ്ങൾ അപ്പുറത്തെ സൈഡിൽ വന്നത്. പിന്നെ വരുന്ന വഴി മൊത്തം ചെള്ളയായിരുന്നതുകൊണ്ട് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പിന്നെ നമ്മളൊരു ജങ്കാറിൻ്റെ അകത്ത് വന്നിരുന്നാണ് ഫുഡ് കഴിക്കാൻ വന്നിരിക്കുന്നത്. അവിടെ എല്ലാവർക്കും ഇഷ്ടംപോലെ സീറ്റുണ്ട്. പക്ഷേ ഫ്രണ്ടിലൊക്കെ ഹട്ടൊക്കെ ഉണ്ട് ഇരിക്കാനായിട്ട്. പക്ഷേ അവിടെ നല്ല തിരക്കായതുകൊണ്ട് നമ്മളിവിടെയാണ് വന്നിരുന്നത്. പിന്നെ ഓരോ സാധനങ്ങളായിട്ട് വരാൻ തുടങ്ങി. എല്ലാം വീഡിയോ എടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഇങ്ങനെ മൊത്തത്തിൽ ഒന്ന് കണ്ടു. പിന്നെ ഇതെല്ലാം തട്ടിക്കയറ്റാനുള്ള തിരക്കായതുകൊണ്ട് പിന്നെ വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല. പിന്നെ അത് കഴിഞ്ഞായിരുന്നൊരു വലിയ യുദ്ധം. ഇതാ ഞാൻ പറഞ്ഞ യുദ്ധം. എനിക്ക് കയറാൻ ഒട്ടും താല്പര്യമില്ലായിരുന്നു. എന്നെ വിളിച്ചോണ്ടൊരുത്തി പോയതാണ്. കയറിയത് മാത്രം എനിക്ക് ഓർമ്മയുണ്ട്. പിന്നെ എന്തൊക്കെയോ ഒക്കെ സംഭവിച്ചു. ആ വരുന്ന വരവ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്താ ഇനി സംഭവിക്കാൻ പോകുന്നതെന്നുള്ള. ഞാനതിൽ സ്വർഗം കണ്ട്. പിന്നെ ഇടയ്ക്കൊന്നും ഞാൻ കണ്ണൊന്നും തുറന്നില്ലായിരുന്നു. സത്യം കണ്ടോണം. ആഹാ, എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് സ്പീഡ് ബോട്ടിൽ കയറുന്നത്. ഇനി ഒരിക്കലും കയറത്തില്ലെന്ന് തന്നെ ഞാൻ വിചാരിച്ചുകൊണ്ടാണ് അതിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടി പോകുന്നത്. എന്നെ രക്ഷിക്കണേ ഞാൻ എല്ലാവരോടും കിടന്ന് അണ്ണാക്രച്ച് പറയുന്നുണ്ടായിരുന്നു. അതിൻ്റെ അകത്തിരുന്നൊരുത്തി വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അത് ഞാനിപ്പോൾ തൽക്കാലം നിങ്ങളെ കാണിക്കുന്നില്ല.